ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എടാ അപ്പ 24-ാം തീയതി കുസാറ്റിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരികയാണ്. അപ്പം എല്ലാവർക്കും അറിയുന്നത് പോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും കോഴ്സ് കിട്ടിയാൽ നമ്മൾ ആ കോഴ്സിൻ്റെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഫീ അടച്ചാൽ മാത്രമേ നമ്മൾ സെക്കൻഡിലും തേർഡിലും കൺസിഡർ ചെയ്യത്തുള്ളൂ. എല്ലാവർക്കും ഡൗട്ടുള്ള ഒരു കാര്യമാണ് എത്ര ഫീസ് ആയിരിക്കും നമ്മൾ ആദ്യം അടയ്ക്കേണ്ടതെന്ന്. ലാസ്റ്റ് ഇയറിനേക്കാളും ഈ ഇയർ കുറച്ചും കൂടി ഫീസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. കുസാറ്റിൽ എല്ലാ കോഴ്സിനും സെയിം ഫീസ് അല്ല, പല പല കോഴ്സിനും പല പല ഫീസാണ്. സോ നമുക്ക് ഓരോ കോഴ്സും അതിന് ആക്യുറേറ്റ് എത്ര ഫീ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. സോ അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജിയാണ്. പോളിമർ സയൻസിന് നിങ്ങൾക്കിപ്പോൾ പോളിമർ സയൻസിനാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയെങ്കിൽ നിങ്ങൾ അടയ്ക്കാനുള്ള ഫീസ് 18,900 രൂപയാണ്. ഇതിൽ ഒരു 2,000-2,500 ഡിഫറൻസ് വരും. നിങ്ങൾ ഇനി തൊട്ട് നെക്സ്റ്റ് സെമ്മോട്ട് അടച്ചു തുടങ്ങുമ്പോഴത്തേക്ക് 2,000-2,500 എന്ന് പറയുന്നത് ക്യാഷ് ആൻഡ് ഡെപ്പോസിറ്റ്, റേഡിയോ ഫീസ്, അങ്ങനെ തോന്നിയ സ്കീമുണ്ട്, അതിൽ നിന്നൊക്കെ മേടിക്കുന്നതാണ്. സോ നിങ്ങളിപ്പോൾ അലോട്ട്മെന്റ് കിട്ടുമ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിന്റെ ഫീ അടയ്ക്കാനുള്ളത് പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജിയിൽ 18,900 രൂപ. അതേപക്ഷം നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിങ്ങിലേക്ക് വരുമ്പോൾ അത് 22,360 രൂപ ഫീസാവും. കുസാറ്റിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഡിമാൻഡഡ് കോഴ്സാണ്. പല IITസിനെക്കാട്ടിയും ബെറ്റർ ഷിപ്പ് ടെക്നോളജി കോഴ്സ് ഉള്ളത് കുസാറ്റിലുണ്ട്. സോ ഷിപ്പ് ടെക്നോളജിയിലെ സെമസ്റ്റർ ഫീ 22,360 രൂപ. അടുത്തത് ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് ആണ്. നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് ആണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അടയ്ക്കാനുള്ള ആദ്യത്തെ സെം ഫീ 25,090 രൂപയാണ്. ഒരു 2,500 നെക്സ്റ്റ് സെമ്മ് സെക്കൻഡ് സെമ്മോട്ട് അടയ്ക്കുമ്പോൾ ഡിഫറൻസ് വരും. സോ നിങ്ങൾ ഇപ്പോൾ അടയ്ക്കാനുള്ള പൈസ 25,090 രൂപ. പിന്നെ ഒരു കാര്യം, ഈ 3 കോഴ്സിനും ഓൾ ഇന്ത്യ മെറിറ്റ്, സ്റ്റേറ്റ് മെറിറ്റ് അങ്ങനെ ഒന്നുമില്ല. ഈ 3 കോഴ്സും യൂണിവേഴ്സിറ്റി അണ്ടറിൽ വരുന്ന കോഴ്സാണ്. സോ കമ്പാരിറ്റീവ്ലി മറ്റുള്ള കോഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഫീസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അടുത്തതായിട്ട് നമുക്ക് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലെ കോഴ്സിന്റെ ഫീസ് ഡീറ്റെയിൽസ് നോക്കാം. സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൽ മെയിനായിട്ടും വരുന്നത് കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ്, സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്. ഇത് ഇത്രയാണ് വരുന്നത്. ഇതിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കുസീറ്റിൽ കുട്ടനാട് ക്യാമ്പസിൽ വരുന്നില്ല, ബാക്കിയെല്ലാം കുട്ടനാട് ക്യാമ്പസിലും ഉണ്ട്. സോ ഇത്രയും കോഴ്സുകൾക്കും ഓൾമോസ്റ്റ് ഈക്വൽ ഫീസാണ്. ഈക്വൽ ഫീസ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് മെറിറ്റ്, ഓൾ ഇന്ത്യ മെറിറ്റ്, NRI, ഇത് 3 ഡിഫറൻസ് വരും. സ്റ്റേറ്റ് മെറിറ്റിന് ഒരു ഫസ്റ്റ് നിങ്ങൾ അലോട്ട്മെന്റ് കിട്ടിയാൽ അടയ്ക്കേണ്ടത് 33,830 രൂപയാണ്. ഞാൻ ഇപ്പോൾ ഒരു ഫയർ ആൻഡ് സേഫ്റ്റിയിലെ ഒരു പിക്ചർ ഇതിലേക്ക് ഫയർ ആൻഡ് സേഫ്റ്റിയിലെ ഒരു ഫീസ് ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തേക്കാം. എന്നിരുന്നാൽ എല്ലാ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൽ വരുന്ന എല്ലാ കോഴ്സിനും ഇത് സെയിം ഫീസ് ആയിരിക്കും. സ്റ്റേറ്റ് മെറിറ്റിൽ 33,830 രൂപ. അത് ഓൾ ഇന്ത്യ മെറിറ്റ് ആകുമ്പോൾ 58,750 രൂപ വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇത്രയും ഫീസ് ഇല്ലായിരുന്നു. ഈ ഇയർ കുറച്ച് ഫീസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓൾ ഇന്ത്യ മെറിറ്റ് ആണെങ്കിൽ 58,750 രൂപ. അത് NRIയിലോട്ട് വരുമ്പോൾ 75+ NRI ഡീറ്റെയിൽസ് ഇപ്പം അവൈലബിൾ അല്ല. ഒരു 75,000, 76,000 ആ ഒരു റേഞ്ച് ഫീസ് എന്തായാലും വരുന്നതാണ്. പിന്നെ CGW കുട്ടികളുണ്ട്. CGW എന്ന് വെച്ചാൽ ഗൾഫ് വർക്കേഴ്സിന്റെ തന്നെ വീക്കർ സെക്ഷനിൽ വരുന്ന കാറ്റഗറിയാണ്. CGWക്ക് ഓൾ ഇന്ത്യ മെറിറ്റിന്റെ ഫീസ് ആയിരിക്കും. NRIക്ക് മാത്രമാണ് ബാക്കി ഓൾ ഇന്ത്യ മെറിറ്റും സ്റ്റേറ്റ് മെറിറ്റും വെച്ച് കമ്പാരിറ്റീവ്ലി കൂടുതൽ. CGWന് NRI ഫീസ് അല്ല, CGWന്റെ ഫീസ് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ മെറിറ്റ് ഫീസ് ആയിരിക്കും. അപ്പോൾ 58,750 രൂപ ഫീസ് വരുന്നതാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്തെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കുട്ടിക്ക് EC ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റേറ്റ് മെറിറ്റ് കിട്ടിയെന്ന് വെച്ചോ. അപ്പം 33,830 രൂപ അടച്ചാൽ മാത്രമേ ആ കുട്ടിയെ സെക്കൻഡ് അലോട്ട്മെന്റിലും തേർഡ് അലോട്ട്മെന്റിലോട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് സെക്കൻഡ് അലോട്ട്മെന്റ് ആയപ്പോഴത്തേക്കും അത് EC സ്റ്റേറ്റ് മെറിറ്റ് എന്നുള്ളത് CS ഓൾ ഇന്ത്യ മെറിറ്റ് കിട്ടിയെന്ന് വെച്ചോ. അപ്പൊ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഈ 58,750 രൂപ മൈനസ് 33,000, നേരത്തെ അടച്ച 33,850 ബാലൻസ് എമൗണ്ട് കൂടെ അടയ്ക്കണം. എങ്കിൽ മാത്രമേ ആ സീറ്റ് അവിടെ ഹോൾഡ് ആക്കി വെക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം ആ സീറ്റ് ക്യാൻസൽ ആയി പോകുന്നതാണ്.
അതേസമയം നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഓൾ ഇന്ത്യ മെറിറ്റ് കിട്ടി, സെക്കൻഡിലോട്ട് സ്റ്റേറ്റ് മെറിറ്റ് വല്ലതും കിട്ടിയെങ്കിൽ ഒരു 1.5 മാസത്തിനുള്ളിൽ ബാക്കി എമൗണ്ട് സ്റ്റേറ്റ് മെറിറ്റിന്റെ 33,830 രൂപ കഴിച്ചുള്ള ബാലൻസ് എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് കിട്ടുന്നതാണ്. സോ ഗൈസ്, വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു കൊച്ചു വീഡിയോ, ചെറിയ വീഡിയോ ആണ്. ഒരുപാട് പേര് ഫീ കൺസേൺ അറിയിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഒരു ഫീ ആയിട്ട് റിലേറ്റ് ചെയ്ത ഒരു വീഡിയോ ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഒന്ന് ഷെയർ ആക്കുക. കുസാറ്റിലൊക്കെ പോകാൻ നിൽക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് നിങ്ങൾക്ക് അറിയുന്നതാണ്. അവരൊക്കെ എല്ലാം മാക്സിമം വീഡിയോ ഷെയർ ആക്കുക, പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് ഇനിയും വരുന്നതാണ്. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.